നമസ്കാരം, എൻ്റെ പേര് ഗ്ലെൻസി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പറ്റിയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ടും ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചിന്ന കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഏതാണ് സാർ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കാറുണ്ട് ഓരോരുത്തരും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ ഇന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് ഒരിക്കലും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഓരോ മാസം കഴിയുമ്പോഴും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നതാണ് ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കില്ല. എനിക്കിപ്പോഴും ഒരു ഓർമ്മയുള്ള കാര്യമാണ്. മുന്നേ എപ്പോഴോ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ സുഹൃത്ത് ഇതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പറയും, കമ്പനി നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ എന്തിനാ വേറെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യത ഉണ്ടോന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നോക്കിയാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും മാക്സിമം കൊടുക്കുന്ന ഒരു 5 lakhന്റെ ഒക്കെ കവറേജ് ആയിരിക്കും കമ്പനികളിൽ നിന്നൊക്കെ മാക്സിമം പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുഹൃത്തിന്റെ കൂട്ടുകാരന്റെ കുഞ്ഞിന് ലുക്കീമിയ കണ്ടെത്തി. പിന്നെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് വിചാരിച്ചതിനൊക്കെ കൂടുതലായപ്പോഴാണ് മനസ്സിലായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യകത. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരിക്കലും രോഗങ്ങൾ വരുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടല്ല. ആർക്കും അറിയില്ല എപ്പോഴാണ് എന്തൊക്കെ അസുഖം വരാമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അമിതമായിട്ട് കമ്പാരിസൺ ചെയ്തതിനേക്കാൾ ഉപരി ഒരു പോളിസി എടുത്തു വെച്ചിട്ട് നമുക്ക് കമ്പാരിസണിൽ കിടക്കാം. 1 വർഷമോ 2 വർഷമോ ഫുൾ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്ന 4 കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ഒന്ന് കെയർ ഹെൽത്ത്, നിവാബൂപ്പ, ആദിത്യ ബിർള, ICICI ലൊംബാർഡ്, ഇങ്ങനെ 4 കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണെന്ന് നമ്മൾ കമ്പാരിസൺ വേണ്ടി എടുത്തേക്കുന്നത്. ഇതിൽ കെയർ ഹെൽത്തിന്റെ ആണെങ്കിൽ സുപ്രീം എന്ന് പറയുന്ന ഒരു പ്ലാൻ, നിവോപ്പയുടെ ആണെങ്കിൽ എസ്പയർ എന്ന് പറയുന്ന ഒരു പ്ലാൻ, ആദിത്യ ബിർളയുടെ ആണെങ്കിൽ ആക്റ്റീവ് 1 മാക്സ് എന്ന് പറയുന്ന ഒരു പ്ലാൻ, ICICI ലൊംബാർഡ് പുതിയൊരു പ്രൊഡക്റ്റ് എലിവേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാൻ. ഇങ്ങനെ 4 പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് കമ്പാരിസന് വേണ്ടി എടുത്തേക്കുന്നത്. ഇതിൽ ഏജ് ലിമിറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കെയർ ഹെൽത്തിലാണെങ്കിൽ 18 വയസ്സ് മുതലേ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് പറയുന്നില്ല, നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഈ പോളിസിയിൽ എടുക്കാം. അതുപോലെ നിവാബൂപ്പയിലാണെങ്കിൽ 18ാമത്തെ വയസ്സിൽ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 65 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ആദിത്യ ബിർളയിലാണെങ്കിലും 18ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്യാം, ഏജ് ലിമിറ്റ് പറയുന്നില്ല. ICICI ലൊംബാർഡിലും ആയത് 18 വയസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം, പ്രത്യേകിച്ച് ഒരു ഏജ് ലിമിറ്റ് പറയുന്നില്ല. ഇതിൽ നിവോപ്പയിലും ICICI ലൊംബാർഡിലും ഒക്കെ ആണെങ്കിൽ ചൈൽഡ് ആയിട്ട് 30 വയസ്സ് വരെ ഒരു ഫ്ലോട്ടറിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സം ഇൻഷുറിന്റെ കേസ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നമുക്ക് സം ഇൻഷുർഡ് ഒക്കെ 5 lakhൽ എല്ലാത്തിനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര സം ഇൻഷുർഡ് വേണമെങ്കിലും എടുക്കാം. സം ഇൻഷുർഡ് കൂട്ടി എടുക്കുന്നതനുസരിച്ച് പ്രീമിയം സ്വാഭാവികമായിട്ടും കൂടും. അപ്പൊ അതുകൊണ്ട് വലിയ പ്രസക്തിയില്ല, നമുക്ക് സം ഇൻഷുർഡ് എത്ര വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ റൂം റെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് 4 നമുക്ക് എനി റൂം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റൂം റെന്റിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയുന്നില്ല. പിന്നെ ICICIലാണെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് റൂം ആണെങ്കിലും നമുക്ക് റൂം മോഡിഫയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും 4 നമുക്ക് റൈഡറുകളൊക്കെ ഇട്ട് കഴിഞ്ഞാലും എനി റൂം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് എനി റൂം എന്ന് പറയുന്നതിന്റെ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും സൂട്ട് റൂമോ ഡിലക്സ് റൂമോ ഒന്നും ചിലപ്പോൾ ചൂസ് ചെയ്തൊന്നും വരില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നോർമൽ റൂമുകൾ അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യം വരാണെങ്കിൽ ഇപ്പോൾ സൂട്ട് റൂമിലേക്ക് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിലക്സ് റൂമിലേക്കൊക്കെ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനി റൂം ഉള്ള ഓപ്ഷനുള്ള പോളിസികൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എനി റൂം ഉള്ള പോളിസികൾ എടുക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. അതുപോലെ തന്നെ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ റീഫിൽ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ഫീച്ചർ ഇപ്പം എല്ലാ കമ്പനിയിലും അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ 4 നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസ്റ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തേക്കുന്നത് വിചാരിക്കുക. അപ്പോൾ 10 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും അതേ വർഷം സെയിം അസുഖത്തിനും ഡിഫറെന്റ് ഇല്ലൻസിനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിലും ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. അതൊരു പുതിയതായിട്ട് ഇപ്പം ഇറങ്ങിയ നല്ല പോളിസികൾ ഉള്ളത് തന്നെയാണ് റീസ്റ്റോറേഷൻ ഫീച്ചർ, അല്ലെങ്കിൽ റീഫില്ല്, അങ്ങനെയൊക്കെ പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നതൊക്കെ. അപ്പോൾ 4 നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ്. അതുപോലെ കുമുലേറ്റീവ് ബോണസ് കുറച്ചുകൂടി വ്യത്യാസം വരുന്നത് കുമുലേറ്റീവ് ബോണസിന്റെ കേസിലാണ്. ഇതിൽ കെയർ ഹെൽത്തിന്റെ സുപ്രീമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 100% ഇൻബിൽട്ട് ആയിട്ട് അതിൽ കിടക്കുന്നുണ്ട്. ഇയർലി 50% വെച്ച് കൂടി വരും. അതായത് 10 ലക്ഷത്തിന്റെ പോളിസിയാണ് ഞാൻ എടുത്തെങ്കിൽ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ അതൊരു 20 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇതിൽ തന്നെ കുമുലേറ്റീവ് ബോണസ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു റൈഡർ ഉണ്ട്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5x കവറേജ് കിട്ടും. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിനൊക്കെ എടുത്തിട്ടുള്ള വ്യക്തിക്കാണെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ കുമുലേറ്റീവ് ബോണസ് റീസ്റ്റോർ എല്ലാം അടക്കം ഒരു 70 ലക്ഷമായിട്ട് മാറുന്നുണ്ട് കെയർ ഹെൽത്തിലാണെങ്കിൽ. അപ്പോൾ അതിൽ ഒരു 5x എന്ന് പറയുന്ന റൈഡർ സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്യണം.
അത് നിവാവുപ്പിലേക്ക് വരാണെങ്കിൽ എസ്പയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന ടൈറ്റാനിയാണ് എടുത്തേക്കുന്നത്. ടൈറ്റാനി ആയതുകൊണ്ട് 35 വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ 10x കവറേജ് കൊടുക്കുന്നുണ്ട്. ഓരോ സ്ലാബിനനുസരിച്ചും പിന്നീട് മേലേക്ക് 5x അങ്ങനെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിവോപ്പയിൽ എസ്പയറിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. നിവോപ്പയുടെ എസ്പയർ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതും എടുത്തു കൊടുക്കുന്നതും ഒക്കെ ചെറുപ്പക്കാർക്കാണ് കൂടുതൽ. 35 വയസ്സിന് താഴെയുള്ളവർക്കാണ് കൂടുതലും നിവോപ്പയുടെ എസ്പയർ സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതായത് ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു കവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 CR 1 കോടി വരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതൊരു ഇൻബിൽറ്റ് ഫീച്ചറാണ് നിവോപ്പയുടെ എസ്പയറിൽ. പിന്നെ ആദിത്യബിലേക്ക് വരാണെങ്കിൽ കെയർ ഹെൽത്തിൽ കണ്ട പോലെ തന്നെ 5x കവറേജ് ഇൻബിൽറ്റ് ഫീച്ചറാണ്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണ്. ക്ലെയിം വന്നാലും ഇല്ലെങ്കിലും കെയർ ഹെൽത്തിലും അങ്ങനെ തന്നെയാണ്. ക്ലെയിം വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ അക്യുമുലേറ്റീവ് ബോണസ് നമുക്ക് ആയിട്ടിരിക്കും. ആദിത്യ ബിർലയിലും അതിന് 5x കവറേജ് ആണ്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമുക്കൊരു 50 ലക്ഷം വരെ കൊണ്ട് ഒരു ഇൻബിൽറ്റ് ഫീച്ചറാണ്. ഇതിൽ 5x കവറേജ് കൊടുക്കുന്നുണ്ട്. ICC ലൊംബാർഡിൽ വരാണെങ്കിൽ ഒത്തിരി ഫീച്ചേഴ്സ് വെറൈറ്റിയാണ് അവിടെ വരുമ്പോൾ. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് 20% വെച്ചിട്ടാണ് ഇയറിൽ കൂടുന്നത്. മാക്സിമം 100% വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഇൻബിൽറ്റ് ഫീച്ചറാണ് ഇതിൽ. പക്ഷേ ഇതിലൊരു പവർ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ അട്രാക്റ്റീവ് ആണ്. മാർക്കറ്റിൽ എവിടെ ഇല്ലാത്തൊരു ഫീച്ചറാണ്. ഇതായത് ഇൻഫിനിറ്റി. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ പോളിസി ആണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും 20, 30, 40, 50 അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് എല്ലാ വർഷവും 100% വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ICC എലിവേറ്ററിൽ വരുന്ന ഈ ഒരു പവർ ബൂസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈഡറാണ് അതിൽ. അതുപോലെ തന്നെ അടുത്തൊരു ഫീച്ചറായിട്ട് വരുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനെ പറ്റിയിട്ടാണ്. പ്രീ ആൻഡ് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള എക്സ്പെൻസും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസും ഒക്കെ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ കെയർ ഹെൽത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് 60, 180 ദിവസത്തെ ബില്ലുകൾ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 60 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസം വരെയുള്ള ബില്ലുകൾ നമുക്ക് ക്ലെയിം ചെയ്യാം. നിവോപ്പിലേക്ക് വരാണെങ്കിലും ഇതുപോലെ തന്നെ 60, 180 ആണ്. ആദിത്യ ബിർലയിലും 60, 180 ആണ്. ICCയിലേക്ക് വരാണെങ്കിൽ 90, 180 ആണ്. പ്രീ ആൻഡ് പോസ്റ്റ് 90, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള 90 ദിവസത്തെയും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 180 ദിവസത്തെ ബില്ലുകൾ നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്തായിട്ട് പരിഗണിക്കുന്ന ഒരു ഫീച്ചറാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്കൊക്കെ 24 മണിക്കൂർ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കാറ്ററാക്ട് സർജറി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒരു സാങ്കേതിക വളർച്ച മൂലം 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ പെടുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട് ഇൻഷുറൻസിൽ. ഡേ കെയർ എന്നാണ് പറയുക അതിന്. അപ്പോൾ ഇതൊക്കെ ഈ 4 ഇൻഷുറൻസ് കമ്പനി ഡേ കെയർ പ്രൊസീജിയേഴ്സ് കവേർഡ് ആണ്. അതുപോലെ ആംബുലൻസ് ചാർജസ് ഇതിൽ 4 മാക്സിമം സം ഇൻഷുർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എത്രയാണ് എമൗണ്ട് വരുന്നത് അപ് ടു നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് പരിഗണിക്കാവുന്ന ഒരു ഫീച്ചറാണ് ഹെൽത്ത് ചെക്കപ്പ്. 4 നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ലീസ്റ്റ് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ലീസ്റ്റിലുള്ള ഹെൽത്ത് ചെക്കപ്പ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് മിക്കതും ക്യാഷ്ലെസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ട് നമ്മുടെ നിയറസ്റ്റ് ഉള്ള ലാബുകൾ ഏതാണ് അവിടെ പോയിട്ടാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറ്. അതുപോലെ തന്നെ കൺസ്യൂമബിൾസ്, അതായത് നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ പഞ്ഞി, സിറിഞ്ച് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് നോൺ കൺസ്യൂമബിൾസ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഈ 4 നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. എല്ലാത്തിലും റൈഡറുകളായിട്ടാണ്. ഇപ്പോൾ കെയർ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ ക്ലൈം ഷീൽഡ് എന്ന് പറഞ്ഞൊരു റൈഡറാണ്. അതുപോലെ നിവോപ്പിലേക്ക് വരികയാണെങ്കിൽ എസ്പെറിലേക്ക് വരികയാണെങ്കിൽ സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടും സേഫ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടും റൈഡർ ഉണ്ട്. സേഫ് ഗാർഡ് പ്ലസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദിത്യ ബിർലയിലാണ് ഇൻബിൽറ്റ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ICCയിലാണെങ്കിൽ ക്ലെയിം പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ റൈഡറുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതും കൂടിയും കൺസ്യൂമേഴ്സ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് പരിഗണിക്കാവുന്ന ഒരു ഫാക്ടറാണ് മെറ്റേണിറ്റി കവറേജ്. ഇതിൽ കെയർ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ മെറ്റേണിറ്റി കവറേജ് ഇല്ല. നിവോപ്പിലേക്ക് വരികയാണെങ്കിൽ എസ്പയറിലേക്ക് വരികയാണെങ്കിൽ മെറ്റേണിറ്റി കവറേജ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മെറ്റേണിറ്റി കവറേജ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിവോപ്പയുടെ എസ്പയറോ അല്ലെങ്കിൽ സ്റ്റാർ ഹെൽത്തിലെ വിമൺ കെയറോ അല്ലെങ്കിൽ എഷ്യൂറാണ് കൊടുക്കാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 മാസം കഴിഞ്ഞപ്പോൾ എക്സ്പയറിലേക്ക് നോക്കുകയാണെങ്കിൽ 9 മാസം കഴിഞ്ഞാൽ മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. മിറാക്കിൾ ബെനിഫിറ്റ് എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 12,000 രൂപയാണ് ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വെച്ചാൽ ന്യൂ ബോൺ ബേബിക്കുള്ള എക്സ്പെൻസ് അടുത്ത നെക്സ്റ്റ് റിന്യൂവൽ ടൈം വരെ നമുക്ക് അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 20,000 വരെയാണ് ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടുന്നത് മെറ്റേണിറ്റിക്ക്. 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് 60,000 വരെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇതിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡെലിവറി എക്സ്പെൻസ് റേറ്റ് കുറവാണ്. പക്ഷെ അതിങ്ങനെ ഗ്രാജുവലി കൂടി പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ മിറാക്കിൾ ബെനിഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 ലക്ഷത്തിന് എടുത്തു കഴിഞ്ഞാൽ 12,000 ആണ്. പക്ഷെ അത് സെക്കൻഡ് ഇയർ 24, 36, 48 ഇങ്ങനെ ഗ്രാജുവലി കൂടി 10x കവറേജ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും ഈ നിവോപ്പയുടെ എസ്പയർ എന്ന് പറയുന്ന ഒരു പ്ലാൻ.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേബി കവറേജിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഞാൻ നോക്കിയിട്ട് ബേബി കവറേജ് അപ് ടു സം ഇൻഷുർഡ് വരെ നമുക്ക് കവർ ചെയ്ത് കിട്ടും. ഈ നാലെണ്ണത്തിലും ഈ ബേബി കവറേജ് അപ് ടു സം ഇൻഷുർഡ് വരെ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് പറഞ്ഞ പോലെ കൺജനിറ്റൽ ഡിസീസ് ഒത്തിരി ഹാർട്ടിന് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഒത്തിരി കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ജനിക്കുമ്പോൾ തന്നെ പ്രീമച്ചർ ബേബി ആകുമ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നിവോപ്പയുടെ എസ്പയറിലാണെങ്കിൽ ഇതൊക്കെ കവർ ചെയ്ത് നമുക്ക് കിട്ടും. അതുപോലെ ആദിത്യപുരിലേക്കും വരാണെങ്കിൽ ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യുന്നില്ല. ICC എലിവേറ്ററിലേക്ക് വരാണെങ്കിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. നമുക്ക് 10% 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം വരെ മെറ്റേണിറ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് 1 ഇയർ ആയിട്ട് ചുരുക്കാനും സാധിക്കും. പിന്നെ ഇതിൽ ബേബി കവറേജ് എന്ന് പറയുന്നത് ട്വൈസ് ആണ്. അതായത് മെറ്റേണിറ്റി കവറേജിന്റെ ഇരട്ടി നമുക്ക് ബേബി കവറേജിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ പ്രീമിയം നമ്മൾ ഇതിൽ റേറ്റ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിന്റെ പ്രീമിയത്തിനെ പറ്റി. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ മെറ്റേണിറ്റി പ്രീമിയം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് പ്രീമിയത്തിൽ. അതുപോലെ തന്നെ ഈ 4 പ്രൊഡക്റ്റിൽ നമുക്ക് ഒത്തിരി റൈഡേഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കെയർ ഹെൽത്തിൻ്റെയിലേക്ക് വരാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി ഒരു 10ഓളം റൈഡേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ റൈഡറുകൾ എന്താണെന്ന് വെച്ചാൽ ഓപ്ഷണൽ കവേഴ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഓപ്ഷണൽ ഇതിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ആയാലും അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന എനി റൂം ഫീച്ചർ ആയാലും ഒക്കെ കവർ ചെയ്ത് കിട്ടുന്നത്. ഈ റൈഡേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ കെയർ ഹെൽത്തിന്റെ നമുക്ക് ഈ ഒരു ഓപ്ഷണൽ കവറിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. എയർ ആംബുലൻസ്, വെൽനസ് ബെനിഫിറ്റ്, കുമുലേറ്റീവ് ബോണസ് സൂപ്പർ, ബി ഫിറ്റ് ബെനിഫിറ്റ്, ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്, ഇൻസ്റ്റന്റ് കവർ, ക്ലെയിം ഷീൽഡ്, കെയർ OPD, PD മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി റൈഡേഴ്സ് കാണാനായിട്ട് പറ്റും. ഇതിൽ മെയിൻ ആയിട്ട് ഞാൻ എടുത്തു പറയുന്ന കുറച്ച് റൈഡേഴ്സ് ആണ്. ഒന്ന് കുമുലേറ്റീവ് ബോണസ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5x കവറേജ് കിട്ടുന്ന ആ ഒരു ഫീച്ചർ കിട്ടണമെങ്കിൽ ഈ ഒരു ഓപ്ഷണൽ കവർ ആഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് കവർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ABCD, ആസ്മ, BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ ഈ റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കവർ ചെയ്ത് കിട്ടും. അതുപോലെ ക്ലെയിം ഷീൽഡിലാണെങ്കിലും നമുക്ക് നേരത്തെ സംസാരിച്ച പോലെ നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ പഞ്ഞി, സിറിഞ്ച് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ കവർ ചെയ്ത് കിട്ടും. അപ്പൊ ഈ മെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു 3 റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിവോപ്പയുടെ എസ്പയർ എന്ന് പറഞ്ഞ പ്ലാൻ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിലും ഒത്തിരി ഓപ്ഷണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റൈഡേഴ്സ് കാണാനായിട്ട് പറ്റും. ഇതിൽ മൊത്തം എടുത്ത് ഞാൻ പറയുന്നില്ല എങ്കിലും ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഫീച്ചർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 10 ലക്ഷത്തിന് നമുക്ക് 12,000 രൂപയാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക്. പക്ഷേ ഈ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് എടുക്കാനും പറ്റും. നമുക്കൊരു 36,000 വരെ ഫസ്റ്റ് ഇയർ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണമെങ്കിൽ ആണ് ആ ഒരു ഫീച്ചർ അവൈലബിൾ ആവുന്നത്. അതുപോലെ ഫ്യൂച്ചർ റെഡി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചർ സ്പൗസിനെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഷുറൻസിലൊക്കെ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. 2 ഇയർ അല്ലെങ്കിൽ പ്രീ അസിസ്റ്റിങ്ങിനൊക്കെ 3 ഇയർ ഒക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ റൈഡർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് വേവർ ചെയ്ത് കിട്ടും. അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും കല്യാണം കഴിയാത്തവർക്കൊക്കെ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ എസ്പയർ കൂടിയാണ്, നിവോപ്പയുടെ എസ്പയർ ആണ്. കാരണം ഈ ഒരു ഫീച്ചർ നല്ലൊരു യൂണീക്കാണ്. ഇപ്പോൾ ഒരു ക്യാൻസർ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഫ്യൂച്ചർ സ്പൗസിന് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ ഒരു പോളിസി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ എന്തെങ്കിലും ആ ഒരു സ്പൗസിന് എന്തെങ്കിലും ഇൻഷുറൻസ് നോർമലി കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഈ ഒരു പ്രീ അസിസ്റ്റിംഗ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്യാൻസറോ അല്ലെങ്കിൽ കാർഡിയക് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്ന പോളിസി നമ്മളത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൗസിന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല. നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടർ 18 ഡിസിഷൻ ആണ്. പക്ഷെ ഇതിലൊരു നല്ലൊരു റൈഡറാണ് ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേഫ് ഗാർഡ് പ്ലസ് പറഞ്ഞ പോലെ തന്നെ നോൺ മെഡിക്കൽ ഐറ്റംസ്, ഈ പഞ്ഞി, സിറിഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി ഇതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിത്യ ബിർലയുടെ ഒരു പ്ലാനിലൂടെ കടന്നു പോയാലും നമുക്ക് ഒത്തിരി ഓപ്ഷണൽ കവേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റ്, ക്രിട്ടിക്കൽ ഇൽനസ്, ഡ്യൂറബിൾ എക്യുപ്മെന്റ് കവർ, അങ്ങനെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ, പിന്നെ ക്രോണിക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ എല്ലാം എടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു റൈഡറാണ് ക്രോണിക് കെയർ എന്ന് പറയുന്ന റൈഡർ. ഇത് ആഡ് ചെയ്താലാണ് നമുക്ക് BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, പിന്നെ അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ളവർക്കൊക്കെ കവർ ചെയ്ത് കിട്ടുന്ന ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേ ഔട്ട് മുതൽ കവറേജ് കിട്ടി തുടങ്ങും. അതുപോലെ തന്നെ പിന്നെയും ഇതിൽ ഒത്തിരി റൈഡേഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്കൊന്ന് ICC ലോംബാർഡിലേക്ക് പോവുകയാണെങ്കിൽ ഒത്തിരി റൈഡേഴ്സ് വരുന്നുണ്ട്. മറ്റെവിടെ ഇല്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള കുറെ റൈഡേഴ്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ICC എലിവേറ്റർ എന്ന് പറയുന്ന ഒരു പ്ലാനിൽ ഇതിൽ 18ഓളം റൈഡേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരും എടുത്ത് പറയുന്നില്ല. മെയിൻ ആയിട്ട് വരുന്ന റൈഡേഴ്സ് ഏതാന്നൊക്കെ പറയാം. ഇതിൽ ഇൻഫിനിറ്റി കെയർ എന്ന് പറയുന്ന റൈഡർ വരുന്നുണ്ട്. വളരെ യുണീക്ക് ആയിട്ടുള്ള എവിടെയും കാണാത്ത ഒരു ഫീച്ചറാണ് ഇത്. അതായത് നമ്മൾ 2 വർഷത്തിനുള്ളിൽ പോളിസി എടുത്തിട്ട് 2 വർഷത്തിനുള്ളിലായിട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം.
ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുത്തേക്കുന്നത് വിചാരിക്കുക. പക്ഷെ നമുക്കൊരു 50 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ 1 കോടിയുടെ ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് വരാണെങ്കിൽ ഇത് ട്രിഗർ ആവും. ഇത് വൺ ടൈം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു ഫീച്ചർ ഇൻഫിനിറ്റി കെയർ എന്ന് പറയുന്ന റൈഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ലക്ഷത്തിന്റെ ബേസ് പോളിസി ആയിക്കോട്ടെ, നമുക്ക് എത്ര വലിയ സം ഇൻഷുർഡ് വന്നാലും വൺ ടൈം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ എവിടെ ഇല്ലാത്തൊരു ഫീച്ചറാണ്. ലൈക്ക് ഒരു സൂപ്പർ ടോപ്പ് പോലെ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചർ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് പവർ ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഈ കുമുലേറ്റീവ് ബോണസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അതായത് 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ 20, 30, 40 അങ്ങനെ എന്താ പറയുക ഗ്രാജുവലി കൂടി ഒരു 100% ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതും അൺലിമിറ്റഡ് ആയിട്ട് എവിടെ ഇല്ലാത്ത ഫസ്റ്റ് ടൈമാണ് ICC എലിവേറ്ററിലാണ് അത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു റൈഡറാണ് ജംപ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ജംപ് സ്റ്റാർട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ BP, ഷുഗർ, കൊളസ്ട്രോൾ ആദ്യത്തെ പിള്ളേർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഈ ജംപ് സ്റ്റാർട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കവർ ചെയ്ത് കിട്ടും. BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫീച്ചേഴ്സും വെയിറ്റും പീരീഡ് നമുക്ക് 30 ദിവസം കുറയ്ക്കാൻ പറ്റും. 30 ദിവസം കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ റൈഡറായിട്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ട്. ഒത്തിരി റൈഡേഴ്സ് കാണാൻ പറ്റും. നമുക്ക് ഇൻഫ്ലേഷൻ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് റൂം മോഡിഫയർ. നമുക്ക് ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് കിടക്കുന്നത് സിംഗിൾ പ്രൈവറ്റ് റൂമാണ്. പക്ഷെ നമുക്ക് ഇതിൽ എനി റൂമൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി പേഴ്സണൽ ആക്സിഡന്റ് പോളിസി, ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി 18ഓളം റൈഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്ലെയിം പ്രൊട്ടക്ടർ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്ത് കിട്ടുകയും നേരത്തെ പറഞ്ഞ പോലെ പഞ്ഞി, സിറിഞ്ച് ഇതുപോലെയൊക്കെയുള്ള നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്ത് കിട്ടണമെങ്കിൽ ക്ലെയിം പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു റൈഡർ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് എലിവേറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ റൈഡേഴ്സ് തന്നെയാണ്. ഈ റൈഡേഴ്സ് നമ്മൾ ബ്രോഷറിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ റൈഡേഴ്സ് ഒക്കെ വളരെ യുണീക്ക് ആയിട്ടുള്ള റൈഡേഴ്സ് ആണ്. എവിടെ ഇല്ലാത്ത കുറെ യുണീക്ക് ആയിട്ടുള്ള റൈഡേഴ്സ് ആണ് ഇതിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വെയിറ്റിംഗ് പീരീഡ്. നമുക്ക് ഇൻഷുറൻസിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പോളിസി എടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ എല്ലാ ദിവസവും കവർ ചെയ്ത് കിട്ടണമെന്നില്ല. നമുക്കൊരു പർട്ടിക്കുലർ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ 4 കമ്പനിയിലും 30 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ പോളിസി ആക്റ്റീവ് ആവുക. പക്ഷേ ആക്സിഡന്റ് കേസുകൾക്കൊന്നും വെയിറ്റിംഗ് പീരീഡ് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ സ്ലോ ഗ്രോയിങ് ഡിസീസ്, പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണി ഇങ്ങനെ പതുക്കെ വളരുന്ന അസുഖങ്ങൾക്കൊക്കെ നമുക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. 24 മാസം വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. അതേപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസിന്റെ വെയിറ്റിംഗ് പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ കെയർ ഹെൽത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് 4 വർഷമാണ് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖത്തിന് 4 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാ കവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ABCD അതായത് ആസ്മ, BP, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് കിട്ടും. പിന്നെ അത് മാത്രമല്ല PD മോഡിഫിക്കേഷൻ പറഞ്ഞിട്ട് ഒരു റൈഡർ ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ 4 വർഷം എന്നുള്ളത് 3, 2, 1 ഒക്കെ ആയിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നീ വകുപ്പിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് 3 ഇയർ ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്. പക്ഷെ ഇതിൽ BPക്കും ഡയബറ്റിക്കിനും ഡേ 1 മുതൽ കവറേജ് കിട്ടും. നമ്മളൊരു റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഈ BPക്കും ഡയബറ്റിക്കിനും 30 ഡേ 1 മുതൽ കവറേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദിത്യ പിള്ളയ്ക്കും വരാണെങ്കിലും 3 ഇയർ ആണ് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പക്ഷെ ഇതിലും നമ്മൾ ക്രോണിക് മാനേജ്മെന്റ് എന്ന് റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ BP, ഡയബറ്റിക്, അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ഇതൊക്കെ നമുക്ക് ഡേ 1 മുതൽ കവറേജ് ഇവിടെയും നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ICC ലൊംബാർഡിലേക്ക് വരാണെങ്കിൽ വെറ്ററിൽ വരാണെങ്കിൽ നമുക്ക് 3 വർഷമാണ് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പക്ഷെ നമ്മൾ ആദിത്യ പിള്ളയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ ജംപ് സ്റ്റാർട്ട് എന്ന് പറയുന്ന റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക് അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി കേസുകളൊക്കെ തന്നെ നമുക്ക് 30 ദിവസം കഴിഞ്ഞാൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. മാക്സിമം 2 അസുഖങ്ങൾ വരെയാണ് ഇതിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ജംപ് സ്റ്റാർട്ടിൽ ആഡ് ചെയ്താലും 2 അസുഖങ്ങൾക്കാണ് മാക്സിമം അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റൈഡേഴ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് കുറവായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഡിസ്കൗണ്ട്സും ഓഫർ ചെയ്യുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ കെയർ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് ആക്റ്റീവ് ഡേയ്സ് അത് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ഒരു 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിവോപ്പിലാണെങ്കിൽ 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നടക്കുന്ന സ്റ്റെപ്പിനനുസരിച്ച്. പിന്നെ അതിലൊരു ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന റൈഡർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി നമുക്കൊരു 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് പിന്നീട് അങ്ങോട്ട് റിന്യൂവൽ മൊത്തം 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ ആദിത്യ ബിർളയിലായാലും 100% ഹെൽത്ത് റിട്ടേൺസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ നടക്കുന്ന ആക്റ്റീവ് ഡേയ്സിനനുസരിച്ച്. അതുപോലെ ICCയിലേക്ക് വരികയാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത സിബിൽ സ്കോർ അനുസരിച്ച് 750 മേലൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്കൊരു 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് സിബിൽ സ്കോർ നോക്കിയിട്ട്. അപ്പോൾ ഇതിലും വാക്കിംഗ് ഡിസ്റ്റൻസിനനുസരിച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രീമിയത്തിൻ്റെ ഏറ്റവും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യം പ്രീമിയമാണ്. പ്രീമിയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു 30 ഞാൻ 2 കാറ്റഗറിയാണ് എടുത്തേക്കുന്നത്. ഒരു 10 ലക്ഷത്തിൻ്റെയാണ് എടുത്തേക്കുന്നത്.
35-30 വയസ്സിൽ വരാണെങ്കിൽ ഇപ്പോൾ കെയർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷത്തിന് 12,120 രൂപ അടുത്താണ് വരുന്നത് ക്ലെയിം ഷീൽഡ് ആഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ. പ്രായം ചെന്നവരുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 65-60 വയസ്സിലേക്ക് പോവുകയാണെങ്കിൽ ക്ലെയിം ഷീൽഡ് ആഡ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ 49,000 രൂപ എടുത്ത് 49,904 രൂപ എടുത്ത് വരുന്നുണ്ട്. പ്രീമിയം പ്രായം ചെന്നവർക്ക് വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസിലും ഈ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിബൗപ്പിലേക്ക് വരാണെങ്കിൽ ഇതിലേക്ക് ഒരു 35-30 വയസ്സുള്ള 2 പേർക്ക് വരുന്ന പ്രീമിയം ഒരു 10 ലക്ഷത്തിന് 17,193 രൂപയാണ്. ഇതിൽ നമ്മൾ 2 റൈഡർ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട ഒന്നാണ് സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറയുന്ന സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു റൈഡറാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ടാറ്റാനി എന്ന് പറയുന്ന വേരിയന്റിന് പ്രീമിയമാണിത്. ഇതിലൊരു പ്രത്യേകത വെച്ചാൽ മെറ്റേണിറ്റി കവറേജ് വരുന്നുണ്ട്, ഇതിൽ ഇൻബിൽറ്റ് ആണ് ഇതിൽ. അപ്പോൾ മെറ്റേണിറ്റി ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4 കമ്പനിയിൽ മെറ്റേണിറ്റിക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് നിവോപ്പയുടെ എസ്പയർ എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. പ്രായം ചെന്നവരുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം ഒരു 52,540 രൂപ അടുത്ത് വരുന്നുണ്ട് പ്രീമിയം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ടൈറ്റാനി ആയതുകൊണ്ട് ഇതൊരു 5 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിലും 50 ലക്ഷം വരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. 10x പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും റേറ്റ് കുറച്ച് കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ ആദിത്യ ബിർലയിലേക്ക് നോക്കുകയാണെങ്കിലും പ്രീമിയം ഒരു 35-30 വയസ്സിൽ വരുന്നത് 12,119 രൂപ അടുത്താണ് വരുന്നത്. റൈഡറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. എങ്കിലും ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 5x കവറേജ് ഇതിലും അവൈലബിൾ ആണ്. കെയർ ഹെൽത്തിലും ഈ പറഞ്ഞ പോലെ 5x കവറേജ് ഇൻബിൽറ്റ് ആണ് അതിൽ. അപ്പോൾ 65-60 വയസ്സ് നോക്കുകയാണെങ്കിൽ പ്രീമിയം നമുക്ക് റൈഡറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവിടെയും 49,000 രൂപ അടുത്ത് പ്രീമിയം വരുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്ക്. അതുപോലെ തന്നെ ICC എലിവേറ്ററിലേക്ക് വരാണെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു പ്രീമിയം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 14,969 രൂപയാണ്. ഇതിൽ നമ്മൾ പവർ ബൂസ്റ്റർ, ക്ലെയിം പ്രൊട്ടക്ടർ, ഇൻഫിനിറ്റി കെയർ, റൂം മോഡിഫയർ ഇങ്ങനെ 4 റൈഡറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്വാഭാവിക റേറ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിലും ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 10 ലക്ഷത്തിന് ഈ പറഞ്ഞ പോലെ 14,969 രൂപയാണ് വരുന്നത്. ഇതിൽ മെറ്റേണിറ്റി കവറേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ മെറ്റേണിറ്റി ആഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ 68,679 രൂപ വരുന്നുണ്ട്. മെറ്റേണിറ്റി ഫീച്ചർ റൈഡർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പാരൻസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 47,630 രൂപയാണ് വരുന്നത്. നമ്മൾ റൈഡറുകളൊന്നും ആഡ് ചെയ്യാണ്ട് എടുക്കുകയാണെങ്കിൽ പാരൻസിൽ വരുന്ന പ്രീമിയം ഈ ഒരു റേഞ്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു ഏകദേശം ഒരു ധാരണ തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. എനിക്കൊന്നും മാർക്കറ്റിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ബെസ്റ്റ് പോളിസികളിൽ ഈ 4 പോളിസികളാണ് ഇപ്പോൾ കമ്പാരിസൺ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ 4 പ്രൊഡക്റ്റിലൂടെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പോളിസികളെ പറ്റിയിട്ടൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.